പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ ന്യൂ ബസാറിന് സമീപത്താണ് കണ്ണിനും മനസ്സിനും കുളിർമയേകി നീലനിറമണിഞ്ഞ പാപ്പിക്കുളമുള്ളത്. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൂക്ഷ്മ നീർത്തട വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ 2 കോടി രൂപയിൽ നിന്ന് 24 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാപ്പിക്കുളം നവീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് നാടിന് സമർപ്പിച്ചു. കുറേ കാലമായിട്ട് തൃത്താലയിൽ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കൊല്ലവും മന്ത്രിയുടെ ബജറ്റ് വിഹിതത്തിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഒരു കാര്യം മനസ്സിലായില്ലേ, വേറെ എവിടെയെങ്കിലും ചെയ്തിട്ട് ഇത്രയും വലിയ കയ്യടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത്രയും വലിയ അങ്ങ് വൈറലായിട്ടുണ്ടോ ഏതെങ്കിലും കുളമോ? ഇതല്ലേ വൈറലായത്. അപ്പൊ തൃത്താലയിൽ ചെയ്താൽ അതിന്റെ ഗുണം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും കുളങ്ങളുണ്ട്, ഇഷ്ടംപോലെ കുളങ്ങളുണ്ട്, ലിസ്റ്റ് തരാം. ഇപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് മംഗളിത്തോടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പൊ തിരുവിറ്റക്കൂട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാത്ത് പറഞ്ഞു, അവിടെ ഇത്തവണ കുടിവെള്ളം കൊടുക്കാൻ ടെൻഡർ ചെയ്യേണ്ടി വന്നില്ല, ടാങ്കർ ലോറിയിൽ കുടിവെള്ളം കൊടുക്കാൻ ടെൻഡർ ചെയ്യേണ്ടി വന്നില്ല. 5 ലക്ഷം രൂപ പഞ്ചായത്തിന് ലാഭം കിട്ടി. ലക്ഷം രൂപയുടെ എല്ലാ കാര്യം ടാങ്കർ ലോറിയെ ആശ്രയിക്കാതെ ഒരു സ്ഥലത്തോ മറ്റോ അവർക്ക് ആകെ കൊടുക്കേണ്ടി വന്നത്. പണ്ടങ്ങനെയല്ല, മിക്ക പഞ്ചായത്ത് ഉടനീളം കൊടുക്കേണ്ടി വരും. വെള്ളം ഇത്തവണ കിട്ടി എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതെങ്ങനെ സാധ്യമായത്? അത് സാധ്യമായത് കിണർ വറ്റാതിരുന്നത് ഭൂഗർഭ ജലവിധാനം ഉയർന്നു. ഭൂഗർഭ ജലവിധാനം ഉയർന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിലേക്ക് വെള്ളം എത്താനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി. അതാണ് സുസ്ഥിര തൃത്താലയിൽ ചെയ്തത്. ആമക്കാവ് പാടശേഖരത്തിലാണ് പാപ്പിക്കുളം. റോഡിലെ മണ്ണും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞ് സുരക്ഷാ ഭിത്തികളില്ലാതെ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലായിരുന്നു കുളം. കുളത്തിലെ മണ്ണും ചെളിയും നീക്കി ആഴം കൂട്ടിയതിനാൽ സംഭരണശേഷി 10 ലക്ഷം ലിറ്ററിൽ നിന്ന് 21 ലക്ഷം ലിറ്ററായി ഉയർന്നു. കൂടാതെ കുളത്തിലേക്കുള്ള മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ സംരക്ഷണ ഭിത്തികളും ഒരുക്കി. കുളത്തിലിറങ്ങാൻ പടവുകളും റോഡിൽ നിന്നുള്ള മലിനജലവും ചളിയും തടയാനും ജനങ്ങളുടെ സുരക്ഷയുറപ്പാക്കാനും ചുറ്റുമതിലും തയ്യാറാക്കി. അധിക ജലം ഒഴുകിപ്പോകാൻ ഔട്ട്ലെറ്റ് പൈപ്പും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നവീകരണം. സുസ്ഥിര തൃത്താലയിലൂടെ ഇതുവരെ 107 കാർഷിക കുളങ്ങളാണ് നിർമ്മിച്ചത്. 67 പൊതുകുളങ്ങൾ നവീകരിക്കുകയും ചെയ്തു. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി.